ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സ്നേഹിതരെ, യേശുക്രിസ്തുവിൻ്റെ 40 ദിവസത്തെ ഉപവാസവും കർത്താവിൻ്റെ കഷ്ടാനുഭവത്തെ സൂചിപ്പിക്കുന്ന 10 ദിവസങ്ങളും ചേർന്ന് 50 നോമ്പിലേക്ക് കടക്കുന്ന ദിവസമാണിന്ന്. മിക്കവാറുമുള്ള ക്രിസ്തീയ സഭകളെല്ലാം ഈ 50 നോമ്പിനെ വിശുദ്ധമായി കരുതുകയും 50 നോമ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രത്യേകമായ പ്രാർത്ഥനകളും പ്രത്യേകമായ ജാഗരണങ്ങളും നിർവഹിക്കുന്നുണ്ട്. നോമ്പിൻ്റെ ആവശ്യകത എന്താണ്, അതിൻ്റെ അർത്ഥതലങ്ങൾ എന്താണ് എന്നൊന്നും കാര്യമായി വിശദീകരിക്കാൻ ഈ ചെറിയ സമയം ഉപയോഗിക്കുന്നില്ല. നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന്, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ തട്ടിയിട്ടുള്ളതിനെ ശരിപ്പെടുത്താനാണ് നോമ്പ്. മനുഷ്യൻ ദൈവത്തോടൊപ്പമായിരുന്നു ഏദനിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പാപം ചെയ്തപ്പോൾ മനുഷ്യനും ദൈവവും തമ്മിൽ അകന്നു. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി. ആ മനുഷ്യനെ ദൈവം തേടി വരുന്നതാണ് അവൻ്റെ മനുഷ്യാവതാരവും കഷ്ടാനുഭവവും എല്ലാം. അതുകൊണ്ട് ഈ നോമ്പിൽ സാധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, മനുഷ്യനും ദൈവവും തമ്മിലുള്ള ബന്ധം ശിഥിലമായി പോയതിനെ പുനഃസ്ഥാപിക്കുകയാണ് പ്രധാന ലക്ഷ്യം. അതുകൊണ്ടാണ് ഈ നോമ്പിൻ്റെ നാളുകളിൽ കൂടുതൽ പ്രാർത്ഥനകളും കൂടുതൽ ജാഗരണവും കൂടുതൽ വേദവായനയും കൂടുതൽ കുമ്പിടീലുകളും നമസ്കാരങ്ങളും ഒക്കെ നിർവഹിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാണ്. അതുകൊണ്ട് മനുഷ്യനും ദൈവം തമ്മിലുള്ള ബന്ധം ദൃഢപ്പെടുത്തുക. രണ്ടാമത്, മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഇന്ന് വളരെ ശിഥിലമായിപ്പോയി. മനുഷ്യബന്ധങ്ങൾക്ക് അർത്ഥമില്ലാതെ പോയി. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാതെ പോയി. സ്നേഹിക്കേണ്ടവരോട് വൈരാഗ്യവും ക്രൂരതയും പകയും വെച്ചു പുലർത്തുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എനിക്ക് നോമ്പാണ് എന്ന് പറയുകയും ഞാൻ പ്രാർത്ഥനയിലാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ, പക്ഷേ നിൻ്റെ സഹോദരനോട് നീ മിണ്ടാതിരുന്നാൽ നിൻ്റെ നോമ്പ് കൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് പ്രാർത്ഥനകളിലൂടെ ചോദിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യബന്ധങ്ങൾ സുദൃഢമാക്കുകയാണ് നോമ്പിലൂടെ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്, നോമ്പിലൂടെ ഉദ്ദേശിക്കുന്നത് സ്വയശിക്ഷണമാണ്, സെൽഫ് കൺട്രോൾ. നമുക്ക് ഈ ലോകത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഭാര്യയല്ല, മക്കളെയല്ല, മറ്റുള്ളവരെയല്ല, അതിലുപരിയായി നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാനാണ് ഏറ്റവും പ്രയാസം. അതുകൊണ്ടാണ് ചിലപ്പോൾ പറയും, ഞാനൊന്നും പറയേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അന്നേരം എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. ദേഷ്യപ്പെടേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ഞാൻ ദേഷ്യപ്പെട്ടു പോയി. അങ്ങനെ പെരുമാറേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷേ അങ്ങനെ പെരുമാറിപ്പോയി. അതിൻ്റെ അർത്ഥം എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നർത്ഥം. ഈ സെൽഫ് കൺട്രോളിന് വേണ്ടിയാണ് നോമ്പിൻ്റെ മൂന്നാമത്തെ കാര്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭക്ഷണവർജനവും ഭക്ഷണ ക്രമീകരണവും ഉപവാസവും ഒക്കെ ക്രമീകരിച്ചിട്ടുള്ളത്. മനുഷ്യനെ ദൈവം തോട്ടത്തിലാക്കുമ്പോഴും അവനൊരു ചെറിയ നിയന്ത്രണം കൊടുത്തിരുന്നു, പക്ഷേ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ആ കൺട്രോൾ തെറ്റിയതാണ് മനുഷ്യജീവിതത്തിലെ പാപത്തിൻ്റെ ആരംഭം. എല്ലാ നോമ്പിലൂടെയും ഉദ്ദേശിക്കുന്നത് ഈ 3 അടിസ്ഥാന പ്രമാണങ്ങളാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശരിപ്പെടുത്തുക, മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശരിപ്പെടുത്തുക, നമുക്ക് നമ്മെ തന്നെ സ്വയശിക്ഷണത്തിന് വിധേയരാക്കുക. ഫ്രാൻസിസ് ഓഫ് അസീസി സ്വന്തം ശരീരത്തെ വിളിക്കുന്നത് ഫ്രണ്ട് ആസ് എന്നാണ്, സ്നേഹിതനായ കഴുത. നന്മയിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കും, പക്ഷേ ഈ കഴുത എന്നെ തിന്മയിലേക്ക് വലിച്ചുകൊണ്ട് പോകും. നമ്മെ തിന്മയിലേക്ക് വലിക്കുന്ന കഴുതയായി പോകാൻ ഇടയാകരുത്. അതിൻ്റെ കടിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടരുത്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയാൽ നോമ്പിൻ്റെ പവിത്രത സൂക്ഷിക്കാൻ ഇല്ലാതെയാകും. സ്നേഹിതരെ, ഈ 50 നോമ്പിലേക്ക് കടക്കുന്ന ഈ സമയത്ത് വളരെ മനോഹരമായും ഭംഗിയായും യഥോചിതവും ഈ നോമ്പിൻ്റെ പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും പാലിക്കുവാനും
ഈ അടിസ്ഥാന പ്രമാണങ്ങൾ പാലിക്കുവാനും സാധിക്കട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുന്നു. നോമ്പിൽ 8 ഞായറാഴ്ചകളാണ് വരുന്നത്. 40 ദിവസത്തെ കർത്താവിൻ്റെ ഉപവാസവും 10 ദിവസത്തെ ഓശാന ഉൾപ്പെടെ ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിലെ 10 ദിവസങ്ങളും. അങ്ങനെ ഈ 50 ദിവസത്തിൽ 8 ഞായറാഴ്ചകളാണ് പ്രധാനമായി വരുന്നത്. ഈ 8 ആഴ്ചകളിലും ദേവാലയങ്ങളിൽ ക്രമീകരിച്ചിട്ടുള്ള വേദവായനകൾ ശ്രദ്ധിച്ചാൽ അറിയാം, അസാധ്യമായിട്ടുള്ള അല്ലെങ്കിൽ സാധ്യമാകാൻ പ്രയാസമായിട്ടുള്ള കാര്യങ്ങൾ നടന്നതിൻ്റെ ചിത്രമാണ് ഓരോ ആഴ്ചയിലും കാണുന്നത്. ഇത് മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ പ്രയാസമായിട്ടുള്ള കർത്താവിൻ്റെ ഉത്ഥാനത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നതാണ് ഈ നോമ്പിൻ്റെ സമാപനം. അതിലേക്ക് നയിക്കുന്നതിലേക്ക് ഓരോ ആഴ്ചയിലും ഓരോ അത്ഭുതങ്ങൾ എന്ന് നമുക്ക് പറയാമെങ്കിലും കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അത്ഭുതങ്ങളല്ല, അതെല്ലാം ഓരോ അടയാളങ്ങൾ മാത്രമാണ്. 1-ാം ദിവസത്തെ അടയാളം അല്ലെങ്കിൽ നോമ്പിലെ 1-ാമത്തെ ഞായറാഴ്ച ഓർക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളാണ്. സാധാരണ ക്രൈസ്തവ ഗോളത്തിലുള്ള എല്ലാവർക്കും അല്ലാതെയുള്ള പ്രിയപ്പെട്ട സ്നേഹിതർക്കും അറിയാവുന്ന വേദഭാഗമാണിത്. വേദഭാഗം ഒരു പക്ഷേ അറിയില്ലെങ്കിലും ആ സംഭവം നന്നായിട്ടറിയാം. കാനായിൽ കല്യാണത്തിന് കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവമാണ് ഈ 1-ാമത്തെ ഞായറാഴ്ചയിലെ ധ്യാന വിഷയം. അത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വചനങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം ദിവസം ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് തികയാതെ വന്നപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട്, അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവൻ എന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് ശുദ്ധീകരണത്തിനായുള്ള വെള്ളം നിറയ്ക്കുന്ന 2-3 പറ വീതം കൊള്ളുന്ന 6 കൽപ്പാത്രങ്ങൾ ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവൻ എന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. അവൻ അവരോട്, ഇപ്പോൾ കോരി കലവറക്കാരന് കൊണ്ടുപോയി കൊടുക്കുവൻ എന്ന് പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്നായിരുന്നുവെന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ കലവറക്കാരൻ അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കിയ ശേഷം മണവാളനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം താഴ്ന്ന തരം വീഞ്ഞും കൊടുക്കാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇത് അത്ഭുതങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി. അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അനന്തരം അവനും അവൻ്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർനഹൂമിലേക്ക് പോയി. അവിടെ അവർ അധിക നാൾ പാർത്തില്ല. ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണമുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും ഈ വിവാഹത്തിന് ക്ഷണിച്ചിരുന്നു. സംഭവത്തിൻ്റെ രത്നച്ചുരുക്കം, യഹൂദന്മാരുടെ വിവാഹ സദ്യയിലെ ഒരു പ്രധാന ഐറ്റമായിരുന്നു വീഞ്ഞ്. ആ വീഞ്ഞ് തീർന്നുപോയതിനാൽ ആ വീട്ടിലുണ്ടാകാമായിരുന്ന ഒരു വലിയ പ്രതിസന്ധി. ഈ പ്രതിസന്ധി തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ അമ്മ മറിയം യേശുവിനോട് പറയുകയാണ്, അവർക്ക് വീഞ്ഞില്ല. ഇത് പറഞ്ഞതിന് ശേഷം മറിയം അവിടെ നിന്ന് ശുശ്രൂഷകരോട് പറയുകയാണ്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവിൻ. അങ്ങനെ അതിനുശേഷം ആ കൽപ്പാത്രങ്ങളിൽ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമമനുസരിച്ച് കൽപ്പാത്രങ്ങൾ കരുതിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ യഹൂദന്മാർ ഒരു ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഒരു വീട്ടിലേക്ക് അതിഥികളെ സ്വീകരിക്കുമ്പോൾ അവരുടെ വീടിന് പുറത്ത് പല അളവിലുള്ള കൽപ്പാത്രങ്ങൾ കരുതിയിട്ടുണ്ട്.
ആ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വെക്കും. അതുകൊണ്ട് കാൽ കഴുകിയിട്ടാണ് അവർ ഉള്ളിലേക്ക് കടക്കുന്നത്. അതാണ് യഹൂദൻ്റെ ശുദ്ധീകരണത്തിന് ഉള്ള പാത്രങ്ങൾ. ആ പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ, വക്കോളം നിറപ്പീൻ എന്ന് പറഞ്ഞു. വക്കോളം നിറച്ചു. അതിനുശേഷം കർത്താവ് പറഞ്ഞു, ഇത് കോരി വിരുന്നുവാഴിക്ക് കൊടുപ്പിൻ. അത് വന്ന അതിഥികൾക്കെല്ലാം വിളമ്പി. അത് മേൽത്തരമായി വീഞ്ഞായി മാറി. വന്നവരെല്ലാവരും പറഞ്ഞു, ഇത്രയും മേൽത്തരമായി വീഞ്ഞ് ഇതുവരെ കരുതിയിരുന്നുവോ? ഇത് എവിടെ നിന്ന് വന്നെന്നോ എങ്ങനെയുണ്ടായെന്നോ അവിടെ കൂടി നിന്നവർക്ക് ആർക്കും മനസ്സിലായില്ല. ശുശ്രൂഷകർക്കറിയാം, യേശുവിനറിയാം. ഇതാണ് സംഭവത്തിൻ്റെ രത്നച്ചുരുക്കം. ഈ സംഭവത്തെ വികലമായി ചിത്രീകരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. യേശു ലോകത്തിലാദ്യമായി മദ്യം ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് കാനാവിലെ വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് വീഞ്ഞ്, മദ്യം ഇതൊന്നും തെറ്റല്ല, അത് ശരിയാണ്, അത് വിരുന്നിൻ്റെ ഭാഗമാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവർ ഉണ്ട്. എന്നാൽ ഇതിൻ്റെ അർത്ഥം കർത്താവ് മദ്യം ഉണ്ടാക്കി കൊടുത്തെന്നോ മദ്യം കഴിക്കാൻ അവൻ സപ്പോർട്ട് ചെയ്തെന്നോ അതിനുവേണ്ടിയുള്ള വേദവ്യാഖ്യാനമായോ ഇതിനെ കാണാനല്ല ശ്രദ്ധിക്കേണ്ടത്. ഇതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കുമ്പോൾ ചില വാക്കുകൾ മാത്രം ഓർപ്പിക്കട്ടെ. വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യം പാപമാണെന്നാണ് വിശദീകരിച്ചിട്ടുള്ളത്. മദ്യപാനി ദൈവരാജ്യം കൈവശമാക്കില്ല എന്ന് വേദപുസ്തകത്തിലെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മദ്യവുമായിട്ടുള്ള ബന്ധപ്പെടുത്തി ചിന്തിക്കാനുള്ളതല്ല ഈ വേദഭാഗം എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളുക. ഈ സംഭവം കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ അടയാളമായിട്ടാണ് ഇതിനെ കാണുന്നത്. തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതേ ഉള്ളൂ. അടയാളങ്ങളുടെ ആദ്യത്തെ അടയാളമായി. യോഹന്നാൻ സുവിശേഷത്തിൽ ഇതിനെ അത്ഭുതമെന്ന് പറയുന്നില്ല, അതിനെ അടയാളമായിട്ടാണ് കാണുന്നത്. ഈ സംഭവം യഹൂദന്മാരുടെ സാധാരണ വിവാഹ വിരുന്നിൽ വീഞ്ഞ് ഒരു സാധാരണ പാനീയമായിരുന്നു, ഒരു പ്രധാന ഐറ്റമായിരുന്നു. ഈ സംഭവത്തിൽ നിന്ന് നാം കാണുന്ന ചില ചിത്രങ്ങൾ മാത്രം രേഖപ്പെടുത്തി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഒന്നാമത് നമ്മൾ കാണുന്നത് കർത്താവ് സംബന്ധിച്ച, കർത്താവ് അനുഗ്രഹിച്ച ആദ്യത്തെ ഒരു ചടങ്ങ് ഒരു വിവാഹ ചടങ്ങാണ്. വിവാഹം എന്നുള്ളത് ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ട ഒരു സംവിധാനമാണ്. ക്രിസ്തു സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ ഒരു വിവാഹമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് പുരുഷന് തക്ക തുണയായി സ്ത്രീയെ സൃഷ്ടിച്ച് വിവാഹമെന്ന സംവിധാനം ലോകത്തിൽ ക്രമീകരിച്ചത് ദൈവമാണ്. ഇവിടെ ഒരു വിവാഹത്തിൽ സംബന്ധിച്ച് കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. നാം ഇതിൽ നിന്ന് പഠിക്കുന്ന ഒന്നാം പാഠം, വിവാഹം ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ദൈവസാന്നിധ്യമാണ് ആ വിവാഹത്തെ അനുഗ്രഹീതമാക്കുന്നത്. ദൈവസാന്നിധ്യമാണ് കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം. ദൈവസാന്നിധ്യമാണ് ഒരു വിവാഹ ചടങ്ങിൻ്റെ അടിസ്ഥാനം. ഇന്ന് നമ്മൾ കാണുന്ന പോലുള്ള ഒരു ആർഭാടമല്ല വിവാഹത്തിൻ്റെ അടിസ്ഥാനം. വിവാഹ ശുശ്രൂഷ അത് ശുശ്രൂഷയാണ്, ഇത് വെറും എൻ്റർടൈൻമെൻ്റ് അല്ല. ഇന്ന് വിവാഹങ്ങളെല്ലാം ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ അതിപ്രസരത്താൽ അതെല്ലാം ഒരുതരം എൻ്റർടൈൻമെൻറ്റായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവസാന്നിധ്യം പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കാണാം. എന്നാൽ ദൈവസാന്നിധ്യമാണ് ഒരു വിവാഹത്തെയും വിവാഹത്തിൻ്റെ ചടങ്ങുകളെയും അനുഗ്രഹീതമാക്കുന്നത് എന്ന് ഇതിൽ നിന്ന് നാം ഒന്നാമത് പഠിക്കുകയാണ്. രണ്ടാമത്, ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ പോലുള്ള കാറ്ററിംഗ് സംവിധാനങ്ങളൊന്നുമില്ലാത്ത കാലത്ത് ആ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു ഐറ്റം തീർന്നു പോകുമ്പോൾ ആ വീട്ടുകാർക്ക് അപമാനമുണ്ടാകാവുന്നൊരു സാഹചര്യം. എന്നാൽ അതിനെ ദൈവം അത്ഭുതകരമായി അഭിമാനകരമാക്കി മാറ്റുന്ന ചിത്രമാണ് ഇവിടെ കാണുന്നത്. ദൈവസാന്നിധ്യം ഉണ്ടായാൽ അപമാനകരമാകാവുന്നതിനെ അവൻ അഭിമാനകരമാക്കി രൂപാന്തരപ്പെടുത്തുന്നു എന്ന് പാഠം. അത് വിവാഹം മാത്രമല്ല, ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളിലും നിന്ദിക്കപ്പെടാവുന്ന, അപമാനിക്കപ്പെടാവുന്ന, വേദനപ്പെടാവുന്ന, നിരാശപ്പെടാവുന്ന, പ്രതിസന്ധിയിലൂടെ കടന്നു പോകാവുന്ന അന്തരീക്ഷങ്ങളെ അനുഗ്രഹീതമാക്കുന്നത് ദൈവസാന്നിധ്യമാണ് എന്ന് ഇവിടെ നാം പഠിക്കുന്ന രണ്ടാം പാഠം.
വീണ്ടും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, അവിടെ ഈ വെള്ളത്തെ വീഞ്ഞാക്കുന്ന സംഭവത്തിലൂടെ കർത്താവിന് ഈ വെള്ളത്തെ ഒന്നും വീഞ്ഞാക്കേണ്ട കാര്യമില്ല, അവരെ കൊണ്ട് വെള്ളം കോരിക്കേണ്ട കാര്യമില്ല, കുറേ വീഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുന്നില്ല. അവൻ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, അവിടെ ആ പാത്രങ്ങളിൽ വെള്ളം നിറപ്പിൻ. വക്കോളം നിറച്ചു. വിശുദ്ധിയായ ദൈവമാതാവ് കർത്താവിനോട് ആവശ്യപ്പെടുന്നത്, അവർക്ക് വീഞ്ഞില്ല. ഈ ഒരു സെൻറ്റൻസാണ്, ഒരു വാക്കാണ്. ഇല്ല എന്നുള്ളത് അനുഗ്രഹമാണോ അതോ ശാപമാണോ? അവർക്ക് വീഞ്ഞില്ല എന്ന സംഭാഷണം. നമ്മുടെ ഇല്ലായ്മകളാണ് നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. ഇല്ലായ്മകളാണ് കർത്താവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നത്. ഇല്ലായ്മകൾ വരുമ്പോഴാണ് ആ വീട്ടുകാരൻ ആവശ്യത്തിനുള്ള ഒന്നും ഒരുക്കിയില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അവൻ ഒരുക്കിയിട്ടുണ്ടാവാം, അവൻ്റെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി, നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റുകായിപ്പോയി എന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇല്ലായ്മകൾ വരുമ്പോഴാണ്. അല്ലെങ്കിൽ നമ്മുടെ വിചാരം ഞാൻ കണക്ക് കൂട്ടുന്നത് പോലെ എല്ലാം നടക്കും എന്നാണ്. എൻ്റെ കണക്കുകൂട്ടലുകൾ എല്ലാം ശരിയാണെന്നാണ് നമ്മുടെ ചിന്ത. എന്നാൽ ജീവിതത്തിൻ്റെ ഇല്ലായ്മകൾ വരുമ്പോഴാണ് എൻ്റെ കണക്കുകൂട്ടൽ പോലെയൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ നിന്ന് പഠിക്കുന്ന പാഠം അതാണ്. മാതാവിൻ്റെ മധ്യസ്ഥതയെക്കുറിച്ചൊക്കെ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഞാൻ അതുമായി ഇവിടെ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ ഈ വിഷയം കർത്തൃസന്നിധിയിലേക്ക് അവതരിപ്പിച്ചത് മാതാവാണ്. ആ വീട്ടിലെ പ്രതിസന്ധി അറിഞ്ഞ് കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചത് ദൈവമാതാവാണ്. എന്നിട്ട് പക്ഷേ അവൾ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യണം. കൽപ്പന കൊടുക്കുന്നത് മാതാവല്ല, കൽപ്പന കൊടുക്കുന്നത് കർത്താവാണ്. അതുകൊണ്ട് അനുസരിക്കേണ്ടത് അവൻ്റെ കൽപ്പനയാണ്, ദൈവകൽപ്പനയാണ് പ്രധാനം. അതുകൊണ്ട് അവൻ പറയുന്ന പോലെ അനുസരിപ്പീൻ. നമ്മൾ ആ വീട്ടിൽ ചില കഥാപാത്രങ്ങളെയും ചില സംഗതികളും കാണുന്നുണ്ട്. അവരെ ഒന്ന് രണ്ട് വാക്കുകളിൽ മാത്രം വിശദീകരിക്കട്ടെ. യേശുവിൻ്റെ സാന്നിധ്യം, മാതാവിൻ്റെ സാന്നിധ്യം, അപ്പോസ്തലന്മാരുടെ സാന്നിധ്യം, ഇതെല്ലാം ഇവിടുത്തെ പ്രതിസന്ധിയെ പരിഹരിക്കാൻ സഹായിച്ചതാണ്. എന്നാൽ അവിടെ വളരെ ശാന്തമായി പേര് പരാമർശിക്കാതെ ഇടപെടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ പേരെന്താണെന്നറിയില്ല, അവരുടെ പേരുകൾ പരാമർശിച്ചിട്ടില്ല. പക്ഷെ അവരുടെ ശുശ്രൂഷ വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് ശുശ്രൂഷകർ. ആ ശുശ്രൂഷകരിൽ നമ്മൾ കാണുന്ന ചില ചിത്രങ്ങളുണ്ട്. അവരോട് പറഞ്ഞു വെള്ളം കോരി നിറപ്പാൻ. അവരുടെ അധ്വാനം അവർ നിറച്ചു. ചുമന്നുകൊണ്ടുവന്ന് അവർ വെള്ളം നിറച്ചു. നാം ദൈവശുശ്രൂഷകരാണ്. നമുക്ക് ചില ദൈവകൽപ്പന കിട്ടിയാൽ അതനുസരിച്ച് ചുമക്കാനുള്ള കടപ്പാടുണ്ട്. ശുശ്രൂഷകൾ ചെയ്യാനുള്ള ചുമതലകളുണ്ട്. അവർ അതുപോലെ ചെയ്തു. അധ്വാനിക്കാനും ചുമക്കാനും തയ്യാറുള്ളവർ മാത്രമേ ശുശ്രൂഷകരാകാൻ പറ്റുള്ളൂ. അവരെക്കൊണ്ട് മാത്രമേ എന്തെങ്കിലും പ്രയോജനമുണ്ടാവുള്ളൂ. ആ ശുശ്രൂഷക്കാരിൽ കാണുന്ന രണ്ടാമത്തെ ചിത്രം, ആത്മാർത്ഥതയോടെ വക്കോളം വെള്ളം നിറച്ചവരാണവർ. ഇന്നത്തെ ഞങ്ങളുടെ പണിയെല്ലാം കഴിഞ്ഞു, ഞങ്ങൾ വീട്ടിൽ പോകാൻ പോവുകയാണെന്ന് പറഞ്ഞ് നിൽക്കാതെ അവരുടെ ശുശ്രൂഷ ആത്മാർത്ഥതയോട് ചെയ്യുകയാണ്. അത് വക്കോളം അവർ നിറയ്ക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷകൾ സത്യസന്ധമായും ആത്മാർത്ഥമായും പിറുപിറുപ്പൂടാതെയും ചെയ്യുമ്പോഴാണ് ദൈവാനുഗ്രഹം ഇറങ്ങി വരുന്നത്. ശുശ്രൂഷക്കാരിൽ കാണുന്ന അടുത്ത ചിത്രം അതാണ്. വീണ്ടും അവരെക്കുറിച്ച് ശ്രദ്ധിച്ചാലറിയാം. അവരുടെ വിശ്വാസമാണ്. കോരി നിറയ്ക്കാൻ പറഞ്ഞു, കോരി നിറച്ചു. വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അയ്യോ, ഇതെങ്ങനെ കൊടുക്കും? ഈ പച്ചവെള്ളം കൊണ്ട് കൊടുത്താൽ അയാളതെടുത്ത് ഞങ്ങളുടെ മോന്തയ്ക്കറിയില്ലേ? നിന്നോട് പറയുന്നത് കർത്താവാണ്. അവർ വിശ്വാസത്തോടെ ഈ യജമാനൻ്റെ വാക്കനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. ശുശ്രൂഷകർ വിശ്വാസവീരന്മാരായിരിക്കണം, വിശ്വാസത്തോടെ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം. അതിനെ ചോദ്യം ചെയ്യാതെ പിറുപിറുക്കാതെ ചെയ്യുന്നവരായിരിക്കണം. വീണ്ടും ശുശ്രൂഷക്കാരിൽ നമ്മൾ കാണുന്നത് ആ രഹസ്യം, വീഞ്ഞായി തീർന്ന ആ രഹസ്യം ഈ ശുശ്രൂഷകരും കർത്താവുമല്ലാതെ മറ്റാരും അറിഞ്ഞില്ല. ശുശ്രൂഷകർ
അത്യാവശ്യമുള്ള രഹസ്യം സൂക്ഷിക്കുവാൻ കഴിയുന്നവരായിരിക്കണം. എല്ലാ രഹസ്യങ്ങളും വിളിച്ചു പറയുന്നവനാകരുത് ഒരു ശുശ്രൂഷകൻ. പറയേണ്ടത് പറയണം, സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കണം. ഇത് ശുശ്രൂഷക്കാരൻ്റെ കടപ്പാടാണ്. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ ഇത് അനാവരണം ചെയ്യാൻ, മറ്റുള്ളവരോട് വിളിച്ചു പറയാനല്ല. എങ്ങനെയുണ്ടായി വീഞ്ഞ് എന്നവർക്കറിയാം, കർത്താവിനും അറിയാം. കർത്താവും നീയും തമ്മിലുള്ള ബന്ധത്തിലുള്ള എല്ലാ രഹസ്യങ്ങളും ലോകക്കാരോട് വിളിച്ചു പറയാൻ ഉള്ളതല്ല. ഇത് ശുശ്രൂഷകർ പാലിക്കേണ്ട പാഠമാണ്. വീണ്ടും നമ്മൾ കാണുന്ന ഒന്ന് രണ്ട് കാര്യം കൂടിയുണ്ട്. ഈ വീഞ്ഞ് രുചിച്ച് നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇത് എത്രയോ ശ്രേഷ്ഠമായ വീഞ്ഞ്, ഇതുവരെ നീ സൂക്ഷിച്ചിരുന്നുവോ? ആ വീട്ടുകാരന് ആദരവായി, വിരുന്നുവാഴിക്ക് ആദരവായി, ബാക്കിയുള്ളവർക്കെല്ലാം അതിൻ്റെ ക്രെഡിറ്റ് കിട്ടി. പക്ഷെ വെള്ളം കോരിയവന് ഒരു ക്രെഡിറ്റും കിട്ടിയില്ല. വെള്ളം കോരിയവന് ആദരവ് കിട്ടിയില്ല. പക്ഷെ അവന് പരിഭവമില്ല. നാമായിരുന്നെങ്കിൽ അവിടെ മുഴുവൻ വിളിച്ചു പറഞ്ഞേനെ, ഞാൻ കോരിയ വെള്ളം കൊണ്ടാണ് ഈ വീഞ്ഞുണ്ടായത്. അവൻ ആരോടും പ്രസിദ്ധമാക്കിയില്ല. ദൈവ ശുശ്രൂഷ വെറും പേരിനും പ്രശസ്തിക്കും വേണ്ടി ആകരുത്. അവർ ചെയ്ത ശുശ്രൂഷ അവർക്ക് ആദരവ് കിട്ടാത്തത് കൊണ്ട് അവർ പിറുപിറുത്തില്ല. എപ്പോഴും അന്നും ഇന്നും എന്നും വെള്ളം കോരുന്നവനും വിറക് വെട്ടുന്നവനും പലപ്പോഴും ആദരവ് കിട്ടില്ല. അവിടെ മുമ്പിൽ നിൽക്കുന്നവനും ഇടിച്ചു നിൽക്കുന്നവനും ചിലപ്പോൾ ആദരവ് കിട്ടിയേക്കാം. എന്നാൽ ദൈവശുശ്രൂഷ ആദരവിന് വേണ്ടിയല്ല, അത് ദൈവസന്നിധിയിലെ ശുശ്രൂഷയാണ്. ഇതാണ് ഈ പാഠത്തിൽ നമ്മൾ ശുശ്രൂഷക്കാരിൽ നിന്ന് പഠിക്കുന്ന പ്രധാനപ്പെട്ട പാഠം. കാനാവിലെ കല്യാണ വിരുന്നിലെ എല്ലാവരേക്കാൾ ശ്രേഷ്ഠമായി ചെയ്ത ആ ശുശ്രൂഷക്കാർ നമ്മുടെ ശുശ്രൂഷയ്ക്ക് എല്ലാ കാലവും മാതൃകയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച ഭാഗം വിടുകയാണ്. വെള്ളം കോരിവെച്ച കൽപ്പാത്രങ്ങൾ, അതിനും വളരെ പ്രാധാന്യമുണ്ട്. നമ്മൾ അപ്രാധാന്യമെന്ന് കരുതുന്ന ഈ സംഭവത്തിലെ കഥാപാത്രങ്ങളിലെ വെള്ളം കോരി വെച്ച പാത്രങ്ങൾ, കൽപ്പാത്രങ്ങൾ, എന്തുകൊണ്ട് കൽപ്പാത്രങ്ങളെ ഉപയോഗിച്ചു? കൽപ്പാത്രങ്ങൾ ഉപയോഗമുള്ള പാത്രങ്ങളായിരുന്നു. അന്ന് അവിടെ ആളുകളുടെ ശുദ്ധീകരണത്തിനായി ഉപയോഗിച്ചിരുന്ന വെള്ളം കോരി വച്ചിരുന്ന പാത്രങ്ങളാണ്. മറ്റുള്ളവൻ്റെ പ്രയോജനത്തിനായി ഉപയോഗിക്കുന്ന പാത്രങ്ങളെയാണ് ദൈവം എടുത്ത് ഉപയോഗിക്കുന്നത്. മറ്റുള്ളവരുടെ ശുദ്ധീകരണത്തിനായി ഉപയോഗിക്കുന്ന പാത്രങ്ങളെ ദൈവം എടുത്ത് ഉപയോഗിക്കും. അതായിരുന്നു കൽപ്പാത്രത്തിൻ്റെ ഒന്നാമത്തെ പ്രാധാന്യം. 2, കൽപ്പാത്രങ്ങളുടെ അകം ശുദ്ധിയുള്ളതാണ്. ഒരു കാലത്ത് നമ്മുടെ നാടുകളിൽ ഈ ഫ്രിഡ്ജും ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് കൽപ്പാത്രങ്ങളിലാണ് വെള്ളം നിറച്ച് വെച്ചിരുന്നത്. എപ്പോഴും അതിനകം ശുദ്ധിയുള്ളതായിരിക്കും. ക്ലാവ് പിടിക്കാത്ത കൽപ്പാത്രങ്ങൾ. നിൻ്റെ അകം ശുദ്ധിയാണെങ്കിൽ നിന്നിൽ ദൈവം നിറയ്ക്കും. കൽപ്പാത്രത്തിൻ്റെ രണ്ടാം പ്രത്യേകത അതായിരുന്നു. മൂന്നാമത് കാണുന്നത് ഓട്ടയില്ലാത്ത നിറയ്ക്കാവുന്ന പാത്രങ്ങളായിരുന്നു അവ. ഓട്ടയില്ലാത്ത പാത്രങ്ങളിലേ നിറയ്ക്കുള്ളൂ. ചിലരിലേക്ക് നിറച്ചാലും അവിടെ നിൽക്കത്തില്ല. ദൈവം ചില നിറവുകൾ തന്നാലും അത് നിലനിൽക്കാതെ ചോർന്നു പോകുന്ന പാത്രങ്ങളായി പോകരുത് നാം. ദൈവം തന്ന കൃപകൾ നിലനിർത്താൻ സാധിക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം നിലനിൽക്കുന്നത്. വീണ്ടും ശ്രദ്ധിച്ചാൽ ഈ നിറയ്ക്കുന്ന പാത്രങ്ങളിൽ നിന്ന് കോരാൻ പറ്റുന്നതായിരിക്കണം. ചിലരിൽ ദൈവം നിറയ്ക്കും. നിറച്ചാൽ അത് കോരി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുള്ളത് ആ പാത്രത്തിന് തന്നെ കുടിക്കാനല്ല. കൽപ്പാത്രം വെള്ളം കുടിച്ചില്ല. നിന്നിൽ നിറയ്ക്കുന്നത് നിന്നിൽ നിന്ന് കോരി അനേകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവം നമ്മിൽ നിറയ്ക്കുമ്പോൾ അനേകർക്ക് കോരിക്കൊടുക്കാൻ പറ്റുന്ന പാത്രങ്ങളായി രൂപാന്തരപ്പെടേണ്ടതാണ്. ഇത് നിറച്ചപ്പോൾ പലതരത്തിലുള്ള പാത്രങ്ങളുണ്ടായിരുന്നു. അവിടെ പല ടൈപ്പ് പാത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അളവുകൾ, എല്ലാ പാത്രവും ഒരുപോലെ അളവുള്ളതല്ല. ഒരു വൈദികനായി എന്നിൽ നിറയ്ക്കുന്നതായിരിക്കണം തന്നെ ഒരു അയ്മേനിയിൽ നിറയ്ക്കുന്നത്. പല അളവുള്ള പാത്രങ്ങളുണ്ട്. പക്ഷേ നിന്നിൽ നിറയ്ക്കുന്നതനുസരിച്ച് കോരുവാൻ നീ തയ്യാറാകേണ്ടതാണ്. അതിന് സന്നദ്ധമാകേണ്ടതാണ്. അതിനുവേണ്ടി തയ്യാറാകേണ്ടതുമാണ്. ഒരു കാര്യം കൂടെ, ഇത് നിറച്ചു കഴിഞ്ഞപ്പോൾ വെളിയിലിരുന്ന പാത്രം അകത്തായി.
അവിടെ പറമ്പിലായിരുന്നത് നിന്നെ ഉള്ളിലാക്കി. ഇതാണ് കർത്താവിൻ്റെ അത്ഭുതം. ഇതാണ് ആദ്യത്തെ അടയാളത്തിൻ്റെ ആത്മീയ സാരം. ഈ നോമ്പിൽ ഇപ്രകാരമുള്ള ദൈവത്താൽ നിറയ്ക്കപ്പെടുന്ന പാത്രങ്ങളായി ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി തീരുവാൻ ഈ പാഠം നമ്മെ പഠിപ്പിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.